രമ്യ ഹരിദാസിനെ എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ MP ആണ്. ഈ രമ്യ ഹരിദാസ് ഇത്തവണ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഇത്തവണ അവർ പാലക്കാടോ തൃശ്ശൂർ ജില്ലകളിലോ ഒന്നുമല്ല, പകരം ആ തട്ടകം ഉപേക്ഷിച്ച് തിരുവനന്തപുരം ജില്ലയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത തേടുകയാണ് രമ്യ ഹരിദാസ്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയാൽ പക്ഷേ കടുത്ത പ്രതിസന്ധിയാണ് നേതൃത്വത്തിന് മുന്നിൽ കാത്തിരിക്കുന്നത്. രമ്യ ഹരിദാസ് ലക്ഷ്യമിടുന്നത് രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ഇവിടുത്തെ സംവരണ മണ്ഡലങ്ങളായ ചിറയൻകീഴ് ഒന്നുകിൽ അല്ലെങ്കിൽ ആറ്റിങ്ങൽ, ഈ രണ്ട് മണ്ഡലങ്ങളാണ്. ഇതിനപ്പുറം അടൂരും ചില സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് രമ്യ ഹരിദാസിന്. എന്തായാലും അതിശക്തമായ എതിർപ്പുമായി ദളിത് കോൺഗ്രസ് രംഗത്ത് വരികയാണ്. രമ്യയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. വരത്തൻ സ്ഥാനാർത്ഥികൾ വേണ്ട, ജില്ലയിലുള്ള നേതാക്കൾ തന്നെ ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ മതി എന്നതാണ് അവർ അറിയിക്കുന്നത്. മൺവിള രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ദളിത് കോൺഗ്രസ് നേതാക്കളാണ് ഈ എതിർപ്പുമായി രംഗത്ത് വരുന്നത്. രമ്യയ്ക്ക് തുടർച്ചയായ അവസരങ്ങൾ നൽകുന്നു, മറ്റ് നേതാക്കൾക്കൊന്നും ഇത് കിട്ടുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളുണ്ട്. എന്തായാലും രമ്യ ഹരിദാസിനെ തിരുവനന്തപുരത്തേക്ക് അടുപ്പിക്കില്ല, ഇതാണ് ഇവർ പറയുന്ന വാദം. രമ്യ ഹരിദാസിന് അടൂർ പോലെ ചില മണ്ഡലങ്ങളിൽ പരിഗണിക്കാനുള്ള സാധ്യതയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? ഇത് സാധ്യമാകുമോ? വിശദമായി പരിശോധിക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, രമ്യ ഹരിദാസിനെ ഇത്തവണയും പരിഗണിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതിനിടയിലാണ് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യത. ഈ ഉയരുന്ന എതിർപ്പുകളെ നേതൃത്വം മറികടന്ന് തീരുമാനമെടുക്കുമോ ഡാൻ? ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ രമ്യ ഹരിദാസിന് നേരെ ഉണ്ടായെങ്കിലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി അവസാനം രമ്യ ഹരിദാസിനെ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ അവിടെയും പരാജയമാണ് രമ്യ ഹരിദാസിന് നേരിടേണ്ടി വന്നത്. അങ്ങനെ തുടർച്ചയായി രണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മുഖത്തെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതാണ് ഈ ദളിത് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം ചെറുവക്കൽ രാധാകൃഷ്ണൻ അടക്കം മൺവില രാധാകൃഷ്ണൻ, ചെറുവക്കൽ അർജുൻ ഉൾപ്പെടെയുള്ള ദളിത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ കാര്യങ്ങൾ അവർ KPCC നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം KPCC നേതൃത്വം അതിൽ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. എന്തായാലും രമ്യ ഹരിദാസിന് ഈ മണ്ഡലം, അതായത് ചിറയൻകീഴ് മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കണമെന്ന താല്പര്യത്തിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഈ വലിയ തരത്തിൽ തർക്കങ്ങൾക്ക് വഴിവെച്ചത്. അങ്ങനെ ഇതിനെതിരെ വ്യാപകമായി ഈ ദളിത് കോൺഗ്രസ് നേതാക്കളുടെയും സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മറ്റൊരു സുരക്ഷിത മണ്ഡലമുണ്ടോ, സംവരണ മണ്ഡലമുണ്ടോ എന്ന കാര്യം അടക്കം ചർച്ചകളിൽ നിറയുന്നത്. അങ്ങനെയാണത് അടൂരിലേക്ക് ആ ചർച്ചകൾ എത്തിയത്. പക്ഷേ അടൂരിൽ പന്തളം സുധാകരന്റെ പേര് കൂടി ചർച്ചകളിൽ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ രമ്യ ഹരിദാസിനെ എവിടെ മത്സരിപ്പിക്കും സുരക്ഷിതമായി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഒന്നുകിൽ കോങ്ങാട്, അതോടൊപ്പം തന്നെ തരൂർ, ഇങ്ങനെ രണ്ട് സംവരണ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. പാലക്കാട് ജില്ലയിൽ തന്നെ രമ്യ ഹരിദാസിനെ വീണ്ടും ആ മണ്ഡലങ്ങളിൽ എവിടേക്കെങ്കിലും പരീക്ഷിക്കുമോ, കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചകളിൽ നിറയുകയാണ്. അതേസമയം ചിറയൻകീഴുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്ന് തന്നെ, അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട PV അനൂപ് അടക്കം, അതായത് അനൂപ് മുൻ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർവേകളിലൊക്കെ, റാൻഡമായി നടത്തിയ സർവേകളിലൊക്കെ അനൂപിന്റെ പേരിന് വീണ്ടും മുൻതൂക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നെയും ചർച്ചകളിൽ V ശശിയെ നേരിടാൻ തുടർച്ചയായി 3 തവണ ചിറയൻകീഴിൽ നിന്ന് MLA ആയ CPIയുടെ പ്രതിനിധിയാണ് V ശശിയെ നേരിടാൻ BS അനൂപിന് കഴിയുമോ എന്ന വലിയ ചർച്ചകൾ, സർവേകൾ അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഏജൻസികളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് 3-4 പേരുകൾ അവിടെ ഉയർന്നു വന്നത്. അതിൽ ആദ്യ പേരുകാരൻ BS അനൂപ് തന്നെയാണ്. മറ്റൊന്ന് G ലീനയാണ്. അതോടൊപ്പം KS ഗോപകുമാർ ഒരുപക്ഷെ മത്സരിക്കാൻ തയ്യാറായേക്കില്ല, അദ്ദേഹം ഇത്തവണ മാറി നിന്നേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം SM ബാലു, യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഇങ്ങനെ 3-4 പേരുകൾ ചർച്ചകളിലുണ്ട്. അതേസമയം V ശശി ഒരുപക്ഷെ ഇത്തവണ മത്സരിച്ചേക്കില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും CPI അവിടെ രംഗത്തിറക്കുക? ഒരു യുവമുഖത്തെ ആയിരിക്കുമോ, അതോ ഒരു മുതിർന്ന നേതാവിനെ ആയിരിക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അതിൽ ഒരു മത്സര ചിത്രം തെളിയും. എന്തായാലും രമ്യ ഹരിദാസിനെ ചിറയൻകീഴിലേക്ക് പരിഗണിക്കുന്നതിനെതിരെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ, ദളിത് കോൺഗ്രസ് നേതാക്കൾ, സംഘടനകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഈ പ്രതിസന്ധി മറികടക്കാൻ രമ്യ ഹരിദാസിന് സുരക്ഷിതമായി പാലക്കാട് തന്നെ ഒരു സംവരണ മണ്ഡലം ഒരുക്കുമോ, അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ എതിർപ്പ് വകവയ്ക്കാതെ പരിഗണിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. യെസ്, എന്തായാലും രമ്യ ഹരിദാസിന്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. ഡാൻ ഒന്ന് തുടരുക. ഡാൻ,
നമുക്ക് നോക്കാം. രമ്യ ഹരിദാസ് കോൺഗ്രസിൽ ഉയർന്നു വന്ന ഒരു വലിയ നേതാവാണ്. പൊടുന്നനെ വന്നതാണ്, അസാധാരണ അവസരങ്ങൾ കിട്ടിയ നേതാവാണ്. അങ്ങനെ വന്ന ഒരു പിടി നേതാക്കളുണ്ട് കോൺഗ്രസിൽ. എന്തായാലും രമ്യ ഹരിദാസ് ആ നിരയിൽ വലിയ പരിഗണനകൾ കിട്ടിയ നേതാവാണ്. നമുക്ക് നോക്കാം രമ്യ ഹരിദാസിൻ്റെ തെരഞ്ഞെടുപ്പ് കരിയർ എന്തായിരുന്നു, കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലെ അവരുടെ നീക്കങ്ങൾ എന്തായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. നോക്കൂ, 2015 കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നത്. കോഴിക്കോടായിരുന്നു തട്ടകം, കോഴിക്കോട് കുന്നമംഗലത്താണ്. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ ആ അധ്യക്ഷ സ്ഥാനത്ത് അവർ തുടരുകയായിരുന്നു. ഇവരുടെ ആദ്യം നോക്കൂ, രമ്യ ഹരിദാസിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നത് കുന്നമംഗലത്ത് തദ്ദേശ ഇലക്ഷനാണ്. അവിടെ തദ്ദേശ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. ഒപ്പം അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായുള്ള ഒരു വലിയ പരിഗണന കിട്ടിയവർ മുന്നോട്ട് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2019 നോക്കൂ, 2019 ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അവർ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടുന്നു. ഈ മത്സരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഒരു യുവ നേതാവായി ആലത്തൂരിലേക്ക് കടന്നു വരികയാണ് അന്ന് ചെയ്തത് രമ്യ ഹരിദാസ്. അതായത് രമ്യ ഹരിദാസിൻ്റെ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല ആലത്തൂർ ഒരു CPM കോട്ടയായിരുന്നു. അത്തരം അടുത്ത് ഒരു അട്ടിമറിയും സാധ്യമല്ല എന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ രമ്യ ഹരിദാസിന് വലിയ സ്വീകാര്യതയാണ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. പാട്ടും പാടി ജയിച്ചു എന്നതൊക്കെയാണ് പിന്നീട് മാധ്യമങ്ങൾ എഴുതിയത്. നമ്മൾ കണ്ടതാണ്, അവരുടെ പ്രചരണ രീതികളും നീക്കങ്ങളും ഒക്കെ കണ്ടതാണ്. എന്തായാലും ഒരു CPM വിരുദ്ധ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ തരംഗം വീശിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. അങ്ങനെ ആലത്തൂർ എന്ന CPM കോട്ടയിൽ നിന്നും അവർ ലോക്സഭയിൽ 2019 PK ബിജുവിനെ പരാജയപ്പെടുത്തി 2019 ലോക്സഭയിലേക്ക് വിജയിച്ച് കയറി എന്നതാണ് നമ്മൾ കണ്ടത്. അതാണ് 2019 അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുഭവം. അതിന് തുടർച്ചയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 വീണ്ടും അവർ ആലത്തൂരിൽ നിന്ന് മത്സരിച്ചു. നമുക്കറിയാം 2019 കോൺഗ്രസിന് വലിയ തേരോട്ടമുണ്ടാക്കിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഒരു പിടി നേതാക്കളാണെന്ന് ലോക്സഭയിലേക്ക് പോയത്. ഇവരെല്ലാം വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭയിലേക്ക് മത്സരിച്ചു. പക്ഷേ അതിൽ പരാജയപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ പരാജയപ്പെട്ട വ്യക്തി രമ്യ ഹരിദാസ് മാത്രമായിരുന്നു. അങ്ങനെ രമ്യ ഹരിദാസ് 2024 ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണനോട്, സംസ്ഥാനത്തെ മന്ത്രി അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച കെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടു. അങ്ങനെ CPMൻ്റെ ആ പഴയ ഇടം CPM തിരികെ പിടിച്ചു, അവിടെ നിലനിർത്തി. പക്ഷേ പരാജയം രമ്യ ഹരിദാസിന് വലിയ നഷ്ടമായി. കാരണം ബാക്കി എല്ലാവരും വിജയിച്ചപ്പോൾ രമ്യ മാത്രം പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്ന് മാത്രമല്ല, രമ്യ ഹരിദാസിന് അന്ന് ആലത്തൂരിലെ അവരുടെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുമായി അടുത്ത് നിന്നില്ല, പ്രവർത്തകരെ വെറുപ്പിച്ചു, ഇങ്ങനെ പല ആക്ഷേപങ്ങളും നേരിടേണ്ടി വന്നു. അങ്ങനെ എന്തായാലും അവർക്ക് ആലത്തൂരിൽ പരാജയമുണ്ടായി എന്നതാണ് സാഹചര്യം. 2019 ആ ട്രെൻഡ് നിലനിർത്താൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ല. തീരുന്നില്ല, തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയ ഒഴിവിൽ നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും അവർ മത്സരിക്കുന്നു. അങ്ങനെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിയായി വരുന്നു. പക്ഷേ വിജയിക്കാനാവുന്നില്ല. ചേലക്കരയിൽ ഭൂരിപക്ഷം കുറച്ചു ഇടതുപക്ഷത്തിൻ്റേത് എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. പക്ഷേ അവർക്ക് വിജയിക്കാനാവുന്നില്ല എന്നതാണ് സാഹചര്യമുണ്ടാകുന്നത്. അങ്ങനെ 2025 തെരഞ്ഞെടുപ്പിൽ അവർക്ക് പരാജയമാണ്. അങ്ങനെയെങ്കിൽ തുടർച്ചയായ 2 വർഷങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2024 ലോക്സഭയിലും 25 ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും പരാജയം നേരിട്ടു എന്നതാണ് രമ്യ ഹരിദാസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.